സ്വാഗതം ഈ ചാനലിലേക്ക്. ഇന്ന് നമുക്ക് ഒരു നല്ല കഥ കേൾക്കാം. അറേബ്യയിലെ ഒരു ഗ്രാമത്തിൽ ഉമ്മയോടൊപ്പമാണ് അബു എന്ന കുട്ടിയുടെ താമസം. ഒരിക്കൽ അവിടുത്തെ രാജാവ് തെരുവിലൂടെ പരിവാരങ്ങളുമായി വരുന്നത് അബു കണ്ടു. രാജാവിന്റെ പ്രൗഢഗംഭീരമായ നടപ്പു കണ്ടപ്പോൾ അവനെ എന്താ ആരാധന തോന്നി. അവൻ ഉമ്മയോട് ചോദിച്ചു, എനിക്ക് എന്നെങ്കിലും രാജാവുമായി സംസാരിക്കാൻ പറ്റും? നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ, രാജാവിന്റെ അടുത്ത് പോലും ചെല്ലാനുള്ള അവകാശം നമുക്കില്ല. ഉമ്മ പേടിയോടെ പറഞ്ഞുവെങ്കിലും രാജാവിനെ അടുത്ത് കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനുമുള്ള അവസരം എങ്ങനെ കിട്ടും എന്ന ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ. ഒരിക്കലൊരു സന്യാസി തന്റെ നാട്ടിലെത്തിയതായി അബു അറിഞ്ഞു. അവൻ സന്യാസിയുടെ അടുത്തെത്തി തന്റെ ആഗ്രഹം അറിയിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാജാവിനെ അടുത്ത് കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചാൽ. അബുവിന്റെ ആഗ്രഹം കേട്ട് സന്യാസി അല്പനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ രാജകൊട്ടാരം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ ചെന്നിട്ട് കൊട്ടാരപ്പണിയിൽ സഹായിക്കണം. പക്ഷേ ഒരു കാര്യം, പണി ചെയ്തതിന്റെ കൂലി വാങ്ങരുത് അബു. സന്യാസി പറഞ്ഞതുപോലെ കൊട്ടാരപ്പണി നടക്കുന്ന സ്ഥലത്തെത്തി. എന്നിട്ട് അതിന്റെ മേൽനോട്ടക്കാരനെ കണ്ട് പണിക്ക് ചേർന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ നന്നായി പണിയെടുത്തു. സന്യാസി പറഞ്ഞതുപോലെ ഒരുവിധ പ്രതിഫലവും വാങ്ങിയതുമില്ല. ഒരു ദിവസം രാജ കൊട്ടാരം പണി കാണാനായി അവിടെയെത്തി. അപ്പോഴാണ് വളരെ ഉത്സാഹത്തിൽ പണിയെടുക്കുന്ന അബുവിനെ രാജാവ് കണ്ടത്. പണിയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളോട് രാജാവ് ചോദിച്ചു, ആ മിടുക്കൻ പയ്യൻ ആരാണ്? അവൻ നന്നായി പണിയെടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി കൊടുക്കണം. ഇത് കേട്ട് മേൽനോട്ടക്കാരൻ പറഞ്ഞു, പ്രഭു, വളരെ വിചിത്രമായ സ്വഭാവമാണ് അവന്റേത്. രാവിലെ മുതൽ വൈകിട്ട് വരെ നന്നായി പണിയെടുക്കും, എന്നാൽ കൂലിയൊന്നും വാങ്ങാറുമില്ല. കാരണം ചോദിച്ചാൽ പറയും, ഞാൻ പണിയെടുക്കുന്നത് ഇവിടത്തെ രാജാവിന് വേണ്ടിയാണ്, അതുകൊണ്ട് പ്രതിഫലം വേണ്ട എന്ന് അവൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഇത് കേട്ട് രാജാവിനെ അത്ഭുതമായി. അദ്ദേഹം ഉടൻ തന്നെ അബുവിനെ വിളിപ്പിച്ചു. അബു എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്താ ജോലിക്കുള്ള കൂലി വാങ്ങാത്തത്? രാജാവ് തന്നോട് സംസാരിക്കുന്നത് കേട്ട് അബു അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. ഈ നിമിഷത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അങ്ങ് എന്റെ മുന്നിൽ വന്ന് എന്നോട് സംസാരിക്കുന്ന നിമിഷം അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുമതി, ഇത്രയും നാളത്തെ പ്രതിഫലമായി അതുമതി. ഇങ്ങനെ പറഞ്ഞ് അബു അവരെ നിന്ന് പോയി. ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എത്ര കഷ്ടപ്പെട്ട് ആയാലും അത് നേടിയെടുക്കാം എന്നാണ് അബുവിന്റെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തോളൂ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.